എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തി. ഞാൻ അങ്ങനെ ഇന്ന് വൈകുന്നേരത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന വഴിക്ക് കാണാൻ എനിക്കൊരാഗ്രഹം. സാധാരണ വീട്ടിൽ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിക്കും. പക്ഷേ എനിക്ക് കടയിൽ ഒരു കപ്പയും ഒരു സ്പെഷ്യൽ മീൻകറിയും ഉണ്ട്. അത് കഴിക്കണമെന്ന് നല്ലൊരാഗ്രഹം. ഇവിടെ ഒരു പുതിയ കട തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബസ്സിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ബോർഡ് കണ്ടതാണ്. അങ്ങനെ സമയം 3 മണി തൊട്ട് രാത്രി 10 മണി 12 മണി വരെ എങ്ങാണ്ടുള്ളൊരു കടയാണ്. അങ്ങനെ ഒരു ദിവസം യാദൃച്ഛ്യമായിട്ട് ഞാനും മോനും കൂടി ഇങ്ങോട്ട് വന്നപ്പം കടയിൽ നിന്ന് വാങ്ങിക്കാൻ ഇടയായി. വാങ്ങിച്ചപ്പോൾ നല്ല ടേസ്റ്റ്, അടിപൊളി. അപ്പോൾ പിന്നെയും മോഹങ്ങൾ തുടങ്ങി. വീണ്ടും കഴിക്കണമെന്ന്, വല്ലപ്പോഴും അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ അതുവഴി വന്ന് വാങ്ങിക്കും. തൊട്ടടുത്താണ്, വീടിനടുത്താണ്, അതുകൊണ്ടൊരു വിഷയമില്ല. വലിയ തിരക്കൊന്നും നമ്മൾ ചെല്ലുന്ന സമയത്ത് കാണത്തില്ല. രാത്രിയാണ് തിരക്കെല്ലാം വരുന്നത്. അങ്ങനെ ഞാനൊരു കപ്പയും മീൻകറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ നടന്ന് വഴിയേ വന്നപ്പോൾ കാണാം, ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മീൻകാർ കൊച്ചു ചാള കുറേ നാളായിട്ട് ഈ മാർക്കറ്റിലെല്ലാം ഈ ചാള ഇങ്ങനെ അങ്ങ് കിടക്കുക ഇഷ്ടം പോലെ. എല്ലാ ആളുകളും കൊട്ടയ്ക്കകത്ത് ഈ ചാളയായിട്ട് ആളുകളെ ചാക്കിട്ട് പിടിക്കുക. ഇഞ്ഞി വാ വാങ്ങിയിരുന്ന് പറഞ്ഞ് അങ്ങ് ഒരു സ്വസ്ഥതയും തരാതെ അങ്ങ് വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചുമ്മാതെ വഴിയെ നടന്നു വന്ന എന്നെ ചാക്കിട്ട് പിടിച്ച്, അങ്ങനെ ഞാൻ ചാക്കിട്ട് പിടിച്ചത് കാരണം ഞാനും പാവം മനുഷ്യൻ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ കുറച്ച് ചാള വാങ്ങിച്ചാൽ പിന്നെ അങ്ങ് മെനക്കേടാ. വീട്ടിൽ വന്നാൽ പിന്നെ ഒരു മണിക്കൂറോളം അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കട്ട് ചെയ്തെടുത്താലും അതിലൊന്നും കാണത്തുമില്ല. ഒരു ചെറിയ നെത്തോലിയുടെ അത്രയുള്ള സംഭവമാണ്. പക്ഷേ അങ്ങനെ നമുക്ക് തഴഞ്ഞ് കളയാനും പറ്റത്തില്ല. കാരണം ഇത് കറി വയ്ക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല മുളക് കറി വയ്ക്കണം, നല്ല കിടിലൻ ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അങ്ങനെ എനിക്കിന്ന് ചാക്കിട്ട് പിടുത്താൻ കാരണം മീൻകാരന്മാർ ചാളയും കൊണ്ട് ചാക്കിട്ട് പിടിക്കുന്ന കാരണം ചാള പണിയായിരുന്നു. വന്ന ഉടനെ ഇവിടെ എല്ലാം തൂത്ത് വിളക്കെല്ലാം കത്തിച്ചിട്ട് ചാളയെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്ന കപ്പയും, എനിക്ക് ഇന്നിവിടെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു വഴുതനങ്ങയൊക്കെ കൊണ്ടുവന്ന് കറിയൊക്കെ വെച്ച് അതായിരുന്നു, മെഴുക്കുരട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് കപ്പയുടെ ആഗ്രഹം, അത് ആ കപ്പ വാങ്ങിച്ച് കറിയും എല്ലാം ആയിട്ട് ഞാൻ നല്ല കുശാലായിട്ട് ചോറുമൊക്കെ കഴിച്ച് ഇവിടെ മീനെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പണികളെല്ലാം തീർന്ന് ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇരുന്ന് എൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇന്നത്തെ ചൂടുള്ള വിഷയം ഈ ചാളയുടെ കഥ മാത്രമാണ്. കാരണം എനിക്ക് ചാളയുടെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതും ഇത് കട്ട് ചെയ്യുന്നതും രണ്ടും കൂടെയൊക്കെ പാടാണ്. മാത്രമല്ല അടുക്കളയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വാഷ് ബേസിനിരിക്കുന്ന ഭാഗത്തല്ല, ഇപ്പുറത്തോട്ടാണ് വെളിച്ചം കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ അല്പം ഡാർക്കായിട്ട് തോന്നും. രാത്രി വീഡിയോ എടുക്കുമ്പം വെറും ഡാർക്കായിട്ടിരുന്നാൽ ഇത് കാണാൻ ഒരു രസം